കൈയും കാലും എല്ലാം 25 പ്രാവശ്യമാണ്. കിഴമടക്കുന്ന ഒരു വിരലോ കയ്യോ എന്തെങ്കിലും വെച്ചിട്ട് പതുക്കെ എടുക്കുക, നോവരുത്. താഴോട്ട് വരുമ്പോൾ ഇത് പുള്ളി 2-3 ദിവസം ആയതുകൊണ്ടാണ്. ആദ്യത്തെ പ്രാവശ്യം നൊന്നില്ലായിരുന്നോ മടക്കിയപ്പോൾ? ഇന്ന് ആദ്യമായിട്ടാണോ? അത് ശരി. ആ എണ്ണ അങ്ങ് തുടച്ച് കളഞ്ഞതിന് ശേഷം ഇതിനാണ് ഹീറ്റ് കൊടുക്കുന്നത്. ഈ മസാജിനല്ല കൂടുതൽ പ്രാധാന്യം, ഹീറ്റിനും ഹരപ്പിനുമാണ് കൂടുതൽ പ്രാധാന്യം. എല്ലായിടത്തും ഞരമ്പ് നിങ്ങൾ തന്നെ ഒന്ന് ഇളക്കി എടുക്കുക. ഹീറ്റിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഇനി വയറിൻ്റെ അവിടെ എങ്ങനെ ചെയ്യുന്നത് മനസ്സിലായല്ലോ. ഇത് തനി നാടൻ, അല്ലാതെ പ്രൊഫഷണൽ മസാജ് ഒന്നും അല്ല ഇത്. പ്രൊഫഷണൽ മസാജിനകത്താണെങ്കിൽ ഈ മസാജ് കഴിഞ്ഞാൽ പിന്നെ ജോലി ചെയ്യാൻ പറ്റില്ല. ഇതങ്ങനെയൊന്നുമില്ല. ഈ മസാജ് കഴിഞ്ഞ ആൾക്കാർ ജോലിക്ക് പോകുന്നതാണ്. എത്ര വലിയ തേയ്മാനവും സ്പോണ്ടിലോസിസും എന്ത് കുന്ത്രാണ്ടും ആയിക്കോട്ടെ, വെറുതെ ഇരിക്കണം. ഈ സമയത്ത് നിങ്ങൾ അടപ്പയിൽ സാധനം ഇരിക്കണം. കണ്ടോ, അത് കണ്ടല്ലോ. അടപ്പിനകത്ത് എങ്ങനെയാണ് സാധനം എടുക്കുന്നത് നോക്കണം. അതിനകത്ത് എങ്ങനെയാണ് ആ സാധനം ഇടുന്നതെന്ന് നോക്കണം. ഇത് അപ്പച്ചട്ടിയാണ്. ഇത് ഇഡ്ഡലി പാത്രമാണിത്. ആ ഇഡ്ഡലി പാത്രത്തിനകത്ത് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ട് അത് നമുക്കൊരു ആവശ്യത്തിന് ഒഴിക്കാം. അത് നിങ്ങളുടെ ഗ്യാസിൻ്റെയൊക്കെ അനുസരിച്ച് നോക്കാം. 1 കപ്പാണ് ഇപ്പം നമ്മൾ ഒഴിക്കുന്നത്. മനസ്സിലായോ? ആ 1 കപ്പ് ഒഴിച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് സാധനം കൊണ്ട് വെച്ചു. ഈ 2 കിഴി അതിൻ്റെ പുറത്ത് വെച്ചിട്ട് അടച്ചിട്ട് എന്നല്ലോ. അപ്പോൾ ആ കിഴിയുടെ മേളിൽ ഒരു തുണി വെച്ചേക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ചൂടാവാതിരിക്കാനാണ്. കൈ പിടിക്കുമ്പോൾ ചൂടാവാതിരിക്കാൻ. എന്നിട്ട് ആ കിഴി മനസ്സിലായല്ലോ. അടുത്തതിന് ആളിനെ തിരിച്ചു കിടക്കണം. തിരിച്ചെടുത്തിട്ടുണ്ടോ? ഒരു ദിവസം എങ്ങനെ ആയാലും 2-3 മണിക്കൂർ പിടിക്കും. അപ്പം നമ്മൾ ഇപ്പം ഈ കിഴി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുപ്പത്തത് വേവാൻ വെച്ചു. മനസ്സിലായോ? എപ്പോഴും ശ്രദ്ധിക്കേണ്ടതേ ഉള്ളൂ. നമ്മളെപ്പോഴും ഇത് ചെയ്യുമ്പോൾ ഒരു 25 പ്രാവശ്യം എണ്ണി വേണം ചെയ്യാൻ. പിന്നെ ഈ കിടക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ ഇച്ചിരി ഇത് കാണിച്ചിരിക്കുന്നു. രോഗിയെ കൊണ്ട് സംസാരിപ്പിക്കരുത്, നിങ്ങളും സംസാരിക്കരുത്. വേദന ഉണ്ടെങ്കിൽ മാത്രമേ പറഞ്ഞാൽ മതി. മനസ്സിലായോ? അപ്പം ശ്രദ്ധിക്കേണ്ട അങ്ങനെയുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. എന്താ ആ പയ്യൻ അവിടെ ചെയ്യുന്നുണ്ടോ? അവിടെ എല്ലാം ഇങ്ങനെ നമ്മൾ ഉണർത്തിയെടുത്ത് ഇതിൽ 2-3 കൊല്ലം കൊണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ളത് കൊണ്ട് ഇതെല്ലാം ഇവർ ഞങ്ങളിവിടെ വന്ന് പഠിപ്പിച്ചാൽ ഇവർ പ്രൊഫഷണൽ, അവർ ഡിപ്ലോമ ഹോൾഡറാണ് ഈ ചെയ്യുന്നത്. പക്ഷെ അവർ പഠിച്ച പണിയല്ലിത്. ഇത് ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഞങ്ങളിവിടെ കൊണ്ടുവന്നിട്ട് ഈ തരത്തിലാക്കി അവരോട് ഇപ്പം അവരിൻ്റെ ഇതാണ്. മനസ്സിലായോ? അത് ശ്രദ്ധിച്ചോ? അത് ഞാൻ നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. നിങ്ങൾ
ഈ അവസാനം ഇങ്ങനെ എടുത്തിട്ടില്ലേ, അത് എടുത്തിട്ട് ഒന്ന് ലാസ്റ്റ് എല്ലാം ഒരേ റൂട്ടിലും കയറിപ്പോയി. ഞാൻ എടുത്തിട്ട് മനസ്സിലായോ? അവസാനം ഇങ്ങനെ പിടിച്ചില്ലേ? ആ അത്രയേ ഉള്ളൂ. ഉണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. ഉണ്ടോ അല്ലേ? അത് ശ്രദ്ധിച്ചോ? അങ്ങനെ ഇവിടെ ഇളക്കി കൊണ്ടുപോകണം. എന്നിട്ട് അങ്ങ് എന്ത് ചെയ്യുന്നു? തുടച്ചു കളയുന്നു. ഇനിയാണ് ആ കിഴി വരുന്നത്. ഇപ്പം ഒരു കിഴി എങ്ങനെ വെക്കുന്നത് നോക്കണം. കണ്ടോ? ഇത് ഉണ്ടല്ലോ. ഇങ്ങനെ 5-6 കുത്ത് കുത്തിയ വേണമെങ്കിൽ തൂത്ത് പിടിക്കുകയും ചെയ്യാം. ഇപ്പം ആദ്യത്തെ കിഴിക്കകത്ത് ചൂട് കുറവാണ്. ഇങ്ങനെ വെക്കുമ്പോൾ അവിടെ ആദ്യം നോക്കണം, ആവി പൊങ്ങും. അവസാനം ഇങ്ങനെ പിടിച്ചെടുത്തോളും. മനസ്സിലായല്ലോ? ഇതാണ് അതിൻ്റെ റൂട്ട്. അപ്പോൾ ചൂട് കുറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ പുള്ളിക്ക് ഒന്നുണ്ടോ? എല്ലാവരും വിചാരിക്കുന്നത് ഭയങ്കര ആവിയോടുകൂടി എടുക്കുമ്പോൾ വേണ്ട. ആവി പറക്കുന്നുണ്ടോ? ഇല്ല, ആവി പറഞ്ഞിട്ടില്ല. കൊച്ചാ ഗരമിനി പോകാൻ പോവാ. ഒരു മിനിറ്റേ എടുക്കുന്നുള്ളൂ. ഇനി ഞാൻ എടുക്കുന്ന കാണിച്ചാണ്. ഇപ്പം ചൂടായി. ഇപ്പം ചൂടായിരുന്നില്ലേ? ഇപ്പം ചൂട് വന്നില്ലേ? ചൂടാ. ഇതെല്ലാം കരിമല്ലുണ്ടോ? ആർക്കും ചെയ്യൂടെ? ഈ കിഴി ആദ്യം പോട്ടെ. നല്ലൊരു കാര്യമാണ് ചോദിച്ചത്. ഈ കിഴി ഒരു പ്രാവശ്യമേ വെക്കാം. നാളെ കാരണം ഇതിനകത്ത് വെളുത്തുള്ളിയും കടുകും മുരിങ്ങത്തൊലിയും പച്ചരിയുണ്ട്. അതിനെ നാവി പറക്കുന്നുണ്ടോ? ഇതിനകത്ത് വെളുത്തുള്ളി, കടുക്, മുരിങ്ങത്തൊലി, ദേവതാരം, ചിറ്റരത്ത, പരുത്തിപ്പിണ്ണാക്കും ദേവതാരവും മുതിരയാണ് ഇതിനകത്ത് ഇടേണ്ടത്. അതാണ് ഈ കിഴി ഞങ്ങൾ തെരുന്നു വിടുന്നത്. അതിനകത്ത് വെക്കുന്നു, ഇതിനകത്തോട്ട് വെക്കുന്നു, മറ്റേ കൈ എടുക്കുന്നു. എടുക്കുമ്പോൾ അവൻ്റെ കയ്യിലാണ് തുണി, വേറെ തുണി വെച്ചിരിക്കുന്നുണ്ടോ? ആ തുണി എന്ന് പറഞ്ഞാൽ ഇതിന് ചൂടാവാതിരിക്കാനാണ്. മനസ്സിലായല്ലോ? നിങ്ങൾ മുരിങ്ങത്തൊലിയും വെളുത്തുള്ളിയും കടുകും അവിടെ കൂട്ടിക്കണം. ഇങ്ങനെ കിഴി വെക്കുന്ന ഇത് കണ്ടല്ലോ, അത് കെട്ടുന്നത് കണ്ടല്ലോ. കിഴി നല്ലോണം ടൈറ്റ് ചെയ്യരുത്, ചില ലൂസാക്കി വേണം ഇടാൻ. എന്താ പറഞ്ഞാൽ അത്രയും ലൂസാക്കരുത്, പതുക്കെ പതുക്കെ അത് ലൂസായിക്കോളും. ഈരേഴാൻ തോർത്തായിരിക്കണം, വെള്ള തുണി ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമുണ്ട്. ഈരേഴാൻ തോർത്തായിരിക്കണം. മനസ്സിലായോ? കാലെ പിടിക്കുന്നുണ്ടല്ലോ. ഈ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. ഈ തലയുടെ കീഴിൽ എന്തെങ്കിലും ഇത് വെച്ച് കൊടുത്തേക്കണം, അല്ലെങ്കിൽ ഈ തല അവിടെ കൊണ്ട് വേദനിക്കും. പിന്നെ കൂടുതൽ ആൾക്കാർക്കെങ്കിലും മുട്ടിന് കൂടുതൽ പ്രശ്നമുള്ളവരാണെങ്കിൽ ഈ മുട്ടിൻ്റെ അടിയിൽ എന്തെങ്കിലും ഇതുപോലെ വെച്ച് കൊടുക്കണം. ഇതേപോലെ മനസ്സിലായോ? ഇതുപോലെ എന്തെങ്കിലും വെച്ച് കൊടുത്തേക്കണം. അല്ലെങ്കിൽ പിന്നെ ഇവിടെ വേദന എടുക്കുന്ന ചില ആൾക്കാർക്ക് ഇവിടെ വേദന എടുക്കും. വേദന എടുക്കുന്ന അടിയിൽ എന്തെങ്കിലും വെച്ച് കൊടുത്തേക്കാം. അതൊക്കെ അവനവൻ്റെ യുക്തിയാണ്. നമ്മുടെ ജോലി ഇതാണ്. കണ്ടോ? അതിനകത്ത് ആവി പറക്കുന്നുണ്ടോ നിങ്ങൾ? കണ്ടോ? ഇത്രയും ആവി വേണം, നല്ല ചൂടായിരിക്കണം. 1 മിനിറ്റേ എടുക്കത്തുള്ളൂ വെക്കാൻ. അത് ഞാൻ അടുത്തെടുത്തു. ഇങ്ങനെ എടുത്തുകൊണ്ടേ ഇതിങ്ങനെ 1 മണിക്കൂർ ചെയ്യണം. ഞാൻ 1 മണിക്കൂർ ചെയ്യണം. ഇവർ രണ്ടുപേരും കൂടെ ആയതുകൊണ്ടാണ് പെട്ടെന്ന് മസാജ് കഴിഞ്ഞത്. ഒരാൾ തന്നെ വാങ്ങുമ്പോൾ ഒത്തിരി നേരം സമയം എടുക്കും. സാധനം മാറ്റണം. പിന്നെ പൈസ ഒക്കെ ഇച്ചിരി കുറവാണ്, കൊണ്ടുപോകാൻ സാധനം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു കിഴി തന്നെ ഉണക്കി ഇട്ടേക്കാം. ഫാൻ്റെ കീഴിലാണ് ഇട്ട് വെച്ചേക്കാം.
ഇട്ട് പിറ്റേ നേരത്തെ വെളുത്തുള്ളിയും കടുകും മുരിങ്ങത്തൊലിയും കൂടെ ചതച്ചിടുക. 2 ദിവസം വരെയൊക്കെ ഉപയോഗിക്കാം. 3-ാമത്തെ ദിവസം പറ്റൂല. കാരണം വെളുത്തുള്ളിയൊക്കെ കടുവൊക്കെ വെന്ത് പോകുന്നതാണ്. അപ്പൊ അതിനകത്തെ സാധനങ്ങൾ മനസ്സിലായല്ലോ. അതിനകത്ത് ഇടുന്ന സാധനങ്ങൾ മനസ്സിലായി. മറ്റേ സാധനം ഇവിടുന്ന് കിട്ടും. പിന്നെ ആർക്കെങ്കിലും മേടിച്ച് ഉണ്ടാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ പരുത്തിപ്പിണ്ണാക്ക്, ദേവതാരം, മുതിര, പരുത്തിപ്പിണ്ണാക്കിന്റെ സമം ബാക്കിയെല്ലാം കൂടെ, അത്രേ ഉള്ളൂ. എല്ലാം കൂടെ കണ്ടില്ലേ, നിങ്ങൾ കിഴി കണ്ടില്ലേ? ഇതെല്ലാം കൂടെ 1/2 കിലോ പോലും വരൂല. അതാണ് കാണുന്നത്. നമ്മള് കിലോ ഒക്കെ പറയുമ്പോൾ ചിലർക്ക് അവരവന്റെ കൈക്ക് ഒതുങ്ങുന്ന അനുസരിച്ച് ഉണ്ടായിക്കോളുക. സ്റ്റാൻഡേർഡ് ശാസ്ത്രീയം ഒന്നും ഇല്ല ഇതിനകത്തില്ല. എല്ലാം പൊടിച്ചാണ്. പരുത്തി പിണ്ണാക്ക് കിട്ടാൻ മാത്രമേ വിളിച്ചിട്ട് ബുദ്ധിമുട്ടുള്ളൂ. അവിടെ മുട്ടുവേന, അതാണ് പറഞ്ഞത്. അവിടെ മുക്കുമ്പോൾ മുട്ടുവേന ഉണ്ടാവും കണ്ടോ. അപ്പൊ അതിനാ ഞാൻ പറഞ്ഞ അവിടെ എന്തെങ്കിലും ഒരു വല്ലോ അടിയിൽ വെച്ച് കൊടുക്കാൻ പറഞ്ഞു. ഇത് തടിയാണ്. നമ്മൾ കട്ടിലെടുത്ത് വേണ്ടി ഒരു സിംഗിൾ കട്ടിലെടുത്ത് വെച്ചിട്ട് ഹൈറ്റ് അനുസരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ചോദിച്ചില്ല. ഇതിന്റെ ഹൈറ്റ് ഇല്ലേ? ഇതിന്റെ ഹൈറ്റ്, ടേബിളിന്റെ ഹൈറ്റ്, അത് അവനവന്റെ ഹൈറ്റ് അനുസരിച്ച് പൊക്കിക്കോണം. അതിന്റെ അടിയിൽ വല്ല ചുടുകെട്ടിയോ നേരത്തെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നേരത്തെ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ചെയ്യത്തില്ല. എനിക്ക് വേണമെന്നില്ല, നിങ്ങൾ ചെയ്യൂല. ഇച്ചിരി കഴിയുമ്പോഴേ നാളെ നിങ്ങളെ പോവും. ഇത് മനസ്സിലായോ? നാളെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഈ കണ്ടതാണ് ഇമ്പോർട്ടന്റ്. ആ തുണി അങ്ങ് എണ്ണയൊക്കെ തുടച്ചു കളഞ്ഞേക്കണം. അപ്പൊ എണ്ണയ്ക്ക് ഇനി മാഹാത്മ്യം മനസ്സിലായോ? അതൊരു അയവ് വരുത്താൻ വേണ്ടി മാത്രമേ ഉള്ളൂ. ഇതാണ് അതിന്റെ ബേസാണ്. ഇത് അരപ്പ്. വേദന എടുക്കുന്നിടത്ത് അരപ്പരച്ചിടുന്നത് വെളുത്തുള്ളി, കടുക്, മുരിങ്ങത്തൊലി, പച്ചരി സമ എടുത്തു. പച്ചരി സമ എടുത്തിട്ട് അത് അരച്ചിടുന്ന കാണിച്ചുതരാം. ഇവിടെ അരക്കണം. അരയ്ക്കുന്നത് നമ്മുടെ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന പോലെ കുഴച്ച്, മനസ്സിലായോ? അരച്ചെടുത്തിട്ട് മിക്സിക്കകത്തിട്ട് അരയ്ക്കാം. ഒരു മിക്സിയിൽ അരയ്ക്കുന്നത് കാണിച്ചു തരാം. അരച്ചിട്ട് അതിവിടെ കൊണ്ടുവന്നിട്ട് എവിടെയാണോ വേദനയുള്ളത് ആ വേദനയുള്ളിടത്ത് മൊത്തത്തിൽ എണ്ണ പുരട്ടണം. എണ്ണ പുരട്ടിയിട്ട് അതിൻ്റെ പുറത്ത് 1 ഇഞ്ച് കനത്തിൽ, അത് കാണിച്ചു തരാം, 1 ഇഞ്ച് കനത്തിൽ ഇങ്ങനെ പതിച്ചു വെക്കണം. പതിച്ചു അതിൻ്റെ പുറത്തൊരു കോട്ടൺ തുണിയിട്ട് വെച്ചേക്കണം. കോട്ടൺ തുണിയിട്ട് വെച്ച് കഴിഞ്ഞാൽ 10 മിനിറ്റ് കഴിയുമ്പോൾ പോയിച്ചിലെടുക്കാം. 10 മിനിറ്റ് വേണ്ട. നല്ല വേദന എടുക്കാൻ 5 മിനിറ്റ് കൊണ്ട് പോയാൽ തുടങ്ങും. ചിലർക്ക് പൊളിഞ്ഞു വരും, തൊലി പൊളിഞ്ഞു പോകും. കാരണം അതിൻ്റെ അർത്ഥം അവിടെ രക്തഓട്ടം ഇല്ല. രക്തോട്ടം ഉള്ളിടത്താണെങ്കിൽ നിങ്ങൾ ഈ മസാല ഇട്ട് വെച്ചാൽ അനങ്ങത്തില്ല, തണുപ്പായിരിക്കും. രക്തോട്ടം ഇല്ലാത്തടത്ത് മാത്രമേ ഈ ഊത്തലും പോയിച്ചിലും ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? അങ്ങനെ വെച്ചിട്ട് അതവിടെ 1 മണിക്കൂറും കിടക്കുക. പിന്നെ വേദന കുറയുന്നിടം വരെ, ആ ഊത്തലും പോയിച്ചിലും കുറയുന്നിടം വരെ അവിടെ കിടന്നോളൂ. മനസ്സിലായോ? അപ്പൊ ആ മസാജും കിഴിയും നിങ്ങൾ കണ്ടു. ഇനി അരപ്പൂടാണ് നിങ്ങൾ കാണേണ്ടത്. പിന്നെ ഇവിടെ വെക്കുന്നതും കൂടെ കാണിച്ചില്ല. നെഞ്ചത്ത് എങ്ങനെ വെക്കുന്നത് അതുകൂടെ നിങ്ങൾ കണ്ടോളൂ. ആൾക്കാർക്ക് ചില ധാരണയുണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ കുത്തിയാൽ എന്തെങ്കിലുമൊക്കെ പറ്റുമെന്ന്. അങ്ങനെ ഒന്നും പറ്റത്തില്ല. മനസ്സിലായോ? ഇത്രയും കാണിക്കുന്നത് നല്ലല്ലേ? അപ്പൊ ആർക്കും മനസ്സിലാവും, ആർക്കും എല്ലാം പോയി ചെയ്യാം. ഇവിടെ ഇച്ചിരി പ്രശ്നമുണ്ട്. ഈ കണ്ട ഈ കാലിൻ്റെ കണ്ട, ഈ കാലിനും ഉണ്ട്. ഇനി ഇവിടെയൊക്കെ ഞവര തേക്കാനുള്ളതാ. ഇവിടെയൊക്കെ ഞവര ഇടും. ഇനി ഞവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യണം? 1/4 കിലോ കുറുന്തോട്ടിയും 125 ഗ്രാം പ്രസാരണിയും ഇവിടെ കഷായം ഉണ്ടാക്കണം. ഒരു 16 ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ച് പറ്റിച്ച് 4 നാലിലൊന്നാക്കിയിട്ട് അതിനകത്ത് 1 ലിറ്റർ പാലൊഴിക്കണം. 1 ലിറ്റർ എടുത്തിട്ട് 4 ലിറ്റർ ആക്കിയിട്ട് 1 ലിറ്ററിനെ എടുത്തിട്ട് അതിനകത്ത് 1 ലിറ്റർ പാലൊഴിക്കണം. പക്ഷേ അതിനകത്ത് അമുക്കുരത്തിൻ്റെ പൊടി, അമുക്കുര 50 ഗ്രാം, കോലരക്ക് 50 ഗ്രാം, കറുത്ത മുന്തിരി 50 ഗ്രാം, ഇത് ഇട്ടിട്ട് ഞവരേരി 150 ഗ്രാം പൊടിച്ച് അതിനകത്ത് ഇട്ടിട്ട് കുറുക്കി ഈ ഇവിടെ അങ്ങോട്ട് ഇട്ടിട്ട് അങ്ങോട്ട് അരച്ച് തേക്കണം. ഇങ്ങനെ അങ്ങോട്ട് തേച്ച് കൊടുക്കണം. തേച്ച് കൊടുത്തിട്ട് ഇതിൽ 1 മണിക്കൂർ അങ്ങോട്ട് തേച്ചിട്ട് അതിൻ്റെ പുറത്ത് ഇത് തന്നെ പകുതി, ബാക്കിയുള്ള പകുതി എടുത്ത് പൊതിഞ്ഞങ്ങോട്ട് വെച്ച് തരും. അതിനാണ് ഞങ്ങൾ പറയുന്ന ഞവര. ഞവര കിഴിയല്ല, അല്ല, ഞവര തേപ്പെന്ന് പറയും. അപ്പം ഇവിടെയുള്ള ഇത് ഇവിടുത്തെ ഞരമ്പുകൾ അങ്ങ് ശരിയാവും. നമ്മൾ പണ്ട് തൊണ്ടക്കൂടെ ആഹാരം ഇറക്കാൻ പറ്റാത്തവന്
പുറത്തൂടെ ആഹാരം കൊടുക്കുന്നൊരു പണിയുണ്ട്. വാഴയിലേക്ക് കിടത്തിക്കൊണ്ട് മൊത്തം ഞവരച്ചോറ് അരിച്ചങ്ങോട്ട് തേച്ച് പിടിപ്പിക്കും. ഈ ചോറ് ഇതിലേ കൂടെയും കയറും. ശരീരത്തിന് സംവിധാനം പഠിക്കണം ആദ്യം. മനസ്സിലായോ? പണ്ടത്തെ ആൾക്കാർക്ക് അറിയാമായിരുന്നു. അവൻ തളർന്ന് കിടക്കുന്നതിനെ പൊക്കുന്നേ അങ്ങനെ ആയിരുന്നു. ഒരു ഞവരതേപ്പുണ്ട്. ലഭിച്ചാൽ നിന്റെ വായി ഇറങ്ങാൻ പറ്റാത്തവനെ ഇറക്കാൻ പറ്റാത്തവനെ അവർ ഇതിലേ കൂടെ കൊടുത്തിരുന്നത്. അതുകൊണ്ട് ആ ഒരു സിദ്ധാന്തം അനുസരിച്ചാണ് ഇതിലേ കൂടെ തേച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്രയോ പേരെ ഞാൻ ശരിയാക്കി എടുത്തിട്ടുണ്ട്. നെറ്റി കിടപ്പുണ്ട്. ഇത് ഒരേ ആനയെ കൂടെ തന്നെ ഇപ്പം ഗൾഫിലിരിക്കുന്നതിനകത്ത് ചെയ്യാൻ ഇവിടെ ആഹാരം കൊണ്ട് കൊടുത്തേച്ചാൽ എനിക്ക് എല്ലാം കൂടെ എത്ര തിന്നാൻ പറ്റുമെന്നേ. ഒരു ദിവസം ഒരാളെ കൂടുതൽ തിന്നാൻ പറ്റുമോ? 16 പേരെ ചെയ്യാൻ പറ്റും. ഇവർ 8 പേര് ഇവർ ചെയ്യത്തുള്ളൂ ഒരു ദിവസം. ഈ 8 പേർക്ക് എത്ര പേരെ എനിക്ക് ചെയ്യാൻ പറ്റും പറയാനാണ്. 21 ദിവസം കൊണ്ട് 8 പേരെയാണ് ചെയ്യുന്നത്. ശരിയാണോ? അപ്പൊ ഞാൻ എന്റെ ജീവിതം മൊത്തം കൂടെ തിന്നാൻ എത്ര തിന്നു? ശരിയല്ലേ? നിങ്ങൾ ചെയ്യുന്നേ. അപ്പൊ എനിക്ക് നിങ്ങളൊരു ആശീർവാദം തരുമല്ലോ മാറുമ്പോ. അല്ലെങ്കിൽ എഴുത്തുമാടൊക്കെ ഉണ്ടോ? കയ്യെ കുത്താം, ഇങ്ങനെ പിടിച്ച് കുത്താം. അല്ല, ഇങ്ങനെയും കുത്താം, ഇങ്ങനെയും കുത്താം. അപ്പൊ ഞാൻ അവരെ മനസ്സിലായല്ലോ. വേദനയില്ല. ഈ മസിൽ പോയെടുത്താണ് ഞാൻ അവരെ ഇവിടെ മസിൽ പോയി. ഇവിടെ കുഴപ്പമില്ല. ഇവിടെ മസിൽ പോയി. ആ മസിൽ പോയെടുത്തേ ഞാൻ അവരെ ഇടുന്നുള്ളൂ. വേദനയുള്ള ഭാഗത്ത് അരപ്പിടുന്നത്. ഇവിടേക്ക് ഇപ്പം അരപ്പ് വിടും. രക്തം ഓടിച്ച് നോക്കും. 3-4 ദിവസം ഓടിച്ച് നോക്കട്ടെ, എന്നിട്ട് അരപ്പ് ഞാൻ അവരെ എടുത്തു. ഇതുകൊണ്ട് ചിലത് കഴിഞ്ഞ് പോലും പിന്നെ ഇതിനകത്ത് വല്ല മാജിക്ക് വല്ലതും ഉണ്ടോ? അത് ഇതിനകത്ത് വല്ല രഹസ്യം വല്ലതും ഉണ്ട്? കിഴി വെക്കുമ്പോ നീര് പോകുന്നത് അരപ്പിനകത്ത്. കിഴിക്കകത്തും പോവും. കിഴിക്കകത്ത് ഉടയും. കിഴിക്കകത്ത് എണ്ണ ഒന്നുമില്ല. മനസ്സിലായല്ലോ? ഒള്ളി ചൂടാണ്. നീര് വെച്ചത്. എന്റെ ഈ കറുപ്പൊക്കെ കഷായം കുടിച്ച് കഴിയുമ്പോൾ ഈ കറുപ്പൊക്കെ പോവും. ആ കറുത്ത കഷായം കഴിക്കുന്നില്ലേ? ഈ കറുപ്പൊക്കെ പോവും. മുഖത്തുള്ള കറുപ്പ്. ഈ പുള്ളിയുടെ മുഖത്തൊരു കറുപ്പുണ്ട് കണ്ടോ? ഈ ശരീരത്തിന്റെ കറുപ്പല്ല, പുള്ളിയുടെ മുഖത്തെ കറുപ്പ്. ഈ കറുപ്പെല്ലാം കഷായത്തിൽ പോകും. ഓരോരുത്തരും മൊത്തം കറുത്ത് വരുന്നു. ഇഗ്നീഷ്യസ് ഭയങ്കര കറുപ്പാണ്. കഷായം കഴിച്ചാൽ ആൾക്കാരുടെ എന്ത് ചെയ്തെന്ന് ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല. എങ്ങനെയാലും 1 കൊല്ലം ചെയ്യാൻ 3 കൊല്ലം ചെയ്യാൻ നല്ലതാണ്. ഒരു അടുത്തൊന്നും ഓടുമല്ലോ. ഇപ്പൊ വല്ല ജോലി ചെയ്യുന്നോ പണ്ടത്തിനൊക്കെ ഇത് ഇരിക്കുമല്ലേ. ചെയ്യുന്നത് നല്ലതാ. പിന്നെ ബ്ലഡിന് സർക്കുലേഷൻ കൂടത്തില്ലേ. ഇനി ആ എണ്ണ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ എണ്ണ എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് നമ്മൾ കാഞ്ഞിരത്തിൻ്റെ തൊലിയും കൊട്ടൻ ചുക്കാതിയുടെ പൊടിമരുന്നും കൂടെ. കൊട്ടൻ ചുക്കാതിയുടെ പൊടിമരുന്ന് 1 ലിറ്റർ എണ്ണയ്ക്ക് 250 ഇട്ട്. പക്ഷേ ഞങ്ങളുടെ അതല്ല, ഞങ്ങളുടെ അറിയാം. നിങ്ങൾക്ക് ചെയ്യാവുന്നവർക്ക് ഈ കൊട്ടൻ ചുക്കാതിയുടെ പൊടിമരുന്ന് 250 ഗ്രാം, 250 ഗ്രാം കാഞ്ഞിരത്തിൻ്റെ തൊലി. ഇല്ലെങ്കിൽ കാഞ്ഞിരത്തേലൊരു കുളവാഴ ഉണ്ടാവും. ആ കുളവാഴയാണ് ഏറ്റവും നല്ലത്. കാഞ്ഞിരത്തേലുണ്ടാവുന്ന കുളവാഴ ഇങ്ങനെ അറിയാലോ. ആ സാധനമാണ് ഏറ്റവും നല്ലത്. ഇത് രണ്ടും ഇട്ടിട്ട് എണ്ണ മുറുക്കുക. ആ എണ്ണ ഇട്ട് തേച്ചാൽ ഒരുമാതിരിപ്പെട്ട എല്ലാ വേദനയും പോകും. പോരെ? ഇത് തൈലം ഞങ്ങളുടെ വേറെയാണ്. കാരണം ഞങ്ങൾ എല്ലാവരും കൂടെ കൊടുത്തിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. ആരും വന്നാലും തലയിലും തേക്കും. ആ സൈസിലാണ്. അതിനകത്തുണ്ട് ഇപ്പോൾ കൊട്ടൻ ചുക്കാതിയുടെ പൊടിമരുന്ന് 250 ഗ്രാം, 250 ഗ്രാം കുളവാഴയോ അല്ലെങ്കിൽ കാഞ്ഞിരത്തിൻ്റെ തൊലിയോ. അങ്ങനെ കാഞ്ഞിരത്തിൻ്റെ തൊലി ഇടുമ്പോൾ കൊച്ചുങ്ങളുടെ പുറത്ത് തേക്കാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കൊച്ചുങ്ങളുടെ പുറത്ത് തേക്കാൻ പാടില്ല. തലയിലും തേട്ടാൻ പാടില്ല. ഒരു 14 വയസ്സിന് താഴോട്ടുള്ള കുട്ടികൾക്ക് തേക്കാം. കാഞ്ഞിരമാണ്. കാഞ്ഞിരത്തിൻ്റെ തൊലി എടുക്കുമ്പോൾ എത്ര സൂക്ഷിക്കണം. അത് പട്ടിയൊന്നും തിന്നാൻ നോക്കരുത്. ശാലം തിന്നു കഴിഞ്ഞാൽ പട്ടി എത്തുപോകും.
തൊലി തൊലി ഇങ്ങനെ പൊളിച്ചെടുക്കാം. കാഞ്ഞിരത്തിന്റെ തൊലി ഇങ്ങനെ പൊളിച്ചെടുക്കാം. ആ മുരി കളഞ്ഞേക്കാം. ക്ലിയർ? അപ്പോൾ ഇനി അരപ്പിനകത്തോട്ട് പോകും അല്ലേ? അരപ്പിൻ്റെ കാര്യമെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ഇനി അരപ്പ് എങ്ങനെ എഴുതുന്നതെന്ന് പറഞ്ഞു തരാം. അപ്പോൾ